PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി കാത്തിരിക്കുന്നത് CSEB നടത്താൻ പോകുന്ന ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷിയർ എക്സാമിന് വേണ്ടിയാണ്. നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ ഉണ്ടാവും. ഈ ഒരു എക്സാം എഴുതുന്ന തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ടോട്ടൽ 160 ചോദ്യങ്ങൾ ഉണ്ടാവും, അര മാർക്ക് വീതം, അങ്ങനെ 80 മാർക്ക്, ടോട്ടൽ 80 മാർക്ക്. അതിൽ ഇംഗ്ലീഷ് 20 ചോദ്യങ്ങൾ ഉണ്ടാവും, 10 മാർക്ക്. മാത്സ് 20 ചോദ്യങ്ങൾ ഉണ്ടാവും, 10 മാർക്ക്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ചോദ്യങ്ങൾ ഉണ്ടാവും, 10 മാർക്ക്. അങ്ങനെ 30 മാർക്ക് പോയി. ബാക്കി 50 മാർക്കും സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പം കോർപ്പറേഷൻ, കോഓപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, ഓഡിറ്റിംഗ്, അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്, മാനേജ്മെൻറ്റ്, ഈ ടോപ്പിക്കുകളിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് കോർപ്പറേഷൻ, കോഓപ്പറേറ്റീവ് ലോ, ബാങ്കിങ്ങിൽ നിന്നാണ്. കോർപ്പറേഷൻ, കോഓപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, ഓഡിറ്റിംഗ് ഇതെല്ലാം കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ചില ഏരിയാസിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഈസ് ആപ്ലിക്കബിൾ ഫോർ. The rule debit what comes in and credit what goes out is applicable for options nominal account, personal account, real account, fictitious account. ഇത് 21/8/2022 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട് പ്രധാനമായിട്ടും. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടിൻ്റെയും അക്കൗണ്ടിങ് റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റേത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ക്യാഷ് റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് കൊടുത്ത ആളെ ക്രെഡിറ്റ് ചെയ്യുന്നു. പേഴ്സണൽ അക്കൗണ്ടിനെ 3ആയിട്ട് തരംതിരിക്കാം. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ അരുൺസ് അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റീവ് ബോഡീസിൻ്റെ പേരിലുള്ള അക്കൗണ്ടുകളാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് പോലെയുള്ള അക്കൗണ്ടുകളാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് അക്കൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഇതെല്ലാം റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിന് ഉദാഹരണങ്ങളാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ത് തരം അക്കൗണ്ട് ആണെന്ന് ചോദിച്ചാൽ ഉത്തരം പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അടുത്തത് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ അക്കൗണ്ട് ആണ്. അതായത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്, കാണാൻ കഴിയുന്ന അസറ്റും കാണാൻ കഴിയാത്ത, കാണാനും തൊടാനും കഴിയാത്ത അസറ്റ്, ഇങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ അസറ്റിൽ വരുന്നതാണ് കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഒക്കെ. ഇങ്ങനെ അസറ്റിനെ സൂചിപ്പിക്കുന്ന അക്കൗണ്ടുകളാണ് റിയൽ അക്കൗണ്ടുകൾ. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഒരു അസറ്റ് വരുമ്പം അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അടുത്തത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻസസിനെയും ലോസസിനെയും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ ഗെയിൻസ് ആൻഡ് ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യുന്നു. റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഗെയിൻസ് ആൻഡ് ഇൻകംസ്. ഇതാണ് 3 തരത്തിലുള്ള അക്കൗണ്ടുകളുടെ അക്കൗണ്ടിങ് റൂൾ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഈസ് ആപ്ലിക്കബിൾ ഫോർ. ഉത്തരം ഏതാണ്? റിയൽ അക്കൗണ്ട്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ അൺറിട്ടൺ പോർഷൻ ഓഫ് ദ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് എ ഡാഷ് അസറ്റ്. The unwritten portion of the deferred revenue expenditure is a dash asset. Options fixed asset, current asset, tangible asset, fictitious asset. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇത് 8/10/2023 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഭാഗം ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യും. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. റൈറ്റ് ഓഫ് ചെയ്യാത്തത് ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് വരിക: പ്രിലിമിനറി എക്സ്പെൻസസ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് പ്രോസ്പെക്ടസ്, സ്പെഷ്യൽ ആൻഡ് ഹെവി അഡ്വർടൈസ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഷിഫ്റ്റിംഗ് എ ബിസിനസ് യൂണിറ്റ് from one place to another place, any expenditure of revenue nature incurred more than 1 year. ഇതൊക്കെയാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ, സ്പെഷ്യൽ ആൻഡ് ഹെവി അഡ്വർടൈസ്മെൻറ്റ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് പ്രോസ്പെക്ടസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഷിഫ്റ്റിംഗ് എ ബിസിനസ് യൂണിറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, any expenditure of revenue nature incurred more than 1 year. ഇതൊക്കെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇതിൻ്റെ ഒരു പോർഷൻ ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. റൈറ്റ് ഓഫ് ചെയ്യാത്തത്, അതായത് അൺറിട്ടേൺ പോർഷൻ, ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിയലൈസബിൾ വാല്യൂ ഇല്ലാത്ത അസറ്റുകളാണ്. അടുത്ത ചോദ്യം: ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ഓപ്ഷൻസ്: ക്യാപിറ്റൽ, റവന്യൂ, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, ഫിക്സഡ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റവന്യൂ. റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ ഇൻകവും ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. പി ആൻഡ് എൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണെന്ന് നമുക്കറിയാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഏത് അക്കൗണ്ടാണെന്ന് ചോദിച്ചാൽ അത് നോമിനൽ അക്കൗണ്ടാണ്. അടുത്ത ചോദ്യം: ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. The income and expenditure account is a dash account. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, നോമിനൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണെന്ന് നമുക്കറിയാം. അതേപോലെ പി ആൻഡ് എൽ അക്കൗണ്ടിന് പകരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. അടുത്ത ചോദ്യം: ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് കോൾഡ് ഡാഷ്. The difference between income and expenditure account is called dash. ഇത് 2021 ഫെബ്രുവരി 6 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ചോദ്യമായിരുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, പ്രോഫിറ്റ് ഓർ ലോസ്, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. കുറച്ച് പോയിന്റുകൾ ഓർത്ത് വെക്കാം. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. എന്ത് ടൈപ്പ് എക്സ്പെൻഡിച്ചറും ഇൻകവും ആണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റവന്യൂ നാച്ചുറലുള്ള ഇൻകവും എക്സ്പെൻഡിച്ചറും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ റവന്യൂ ഇൻകംസും ക്രെഡിറ്റ് ചെയ്യുന്നു. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. പ്രോഫിറ്റിന് പകരം സർപ്ലസ്, ലോസിന് പകരം ഡെഫിസിറ്റ്. സർപ്ലസ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ്. അങ്ങനെ ഓരോ വർഷത്തെയും സർപ്ലസ് ക്യാപിറ്റൽ ഫണ്ടിൽ ഇങ്ങനെ ആഡ് ചെയ്തു പോകും. ഇവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഡെഫിസിറ്റ് ആണ് എങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്ത് പോകും, ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ചോദ്യം: എ പേഴ്സൺ സെൻഡിങ് ഔട്ട് ദ ഗുഡ്സ് ഈസ് കോൾഡ്. എ പേഴ്സൺ സെൻഡിങ് ഔട്ട് ദ ഗുഡ്സ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: കൺസൈനി, കൺസൈനർ, ക്രെഡിറ്റർ, ഡെറ്റർ. ഏതാണ് ഉത്തരം?
ഉത്തരം കൺസൈനർ. അടുത്ത ചോദ്യം, കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഇത് 8/10/2023 ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ്: പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അടുത്ത ചോദ്യം, ഇൻ ദ കേസ് ഓഫ് ഡെൽക്രഡയർ കമ്മീഷൻ ദ ലയബിലിറ്റി ഫോർ ഡാഷ് ഈസ് ഓൺ കൺസൈനി. ഇൻ ദ കേസ് ഓഫ് ഡെൽക്രഡയർ കമ്മീഷൻ ദ ലയബിലിറ്റി ഫോർ ഡാഷ് ഈസ് ഓൺ കൺസൈനി. ഇത് 27/3/2022 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: ഡെറ്റേഴ്സ്, ബാഡ് ഡെറ്റ്സ്, അഡ്വർടൈസ്മെന്റ്, സ്റ്റോക്ക്. ഉത്തരം എന്താണ്? ഉത്തരം ബാഡ് ഡെറ്റ്സ്. അടുത്ത ചോദ്യം, ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ്, എക്സ്പെൻസസ് എക്സെട്ര പ്രിപ്പയർഡ് ബൈ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ പീരിയോഡിക്കലി ഈസ് നോൺ ആസ്. Details of sales, expenses, etc. prepared by consignee and sent to the consignor periodically is known as. Options: invoice, proforma invoice, sales account, account sales. ഇത് 2021 ഫെബ്രുവരി 6 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിന്റെ ചോദ്യമാണ്. ഏതാണ് ഉത്തരം? ഉത്തരം അക്കൗണ്ട് സെയിൽസ്. ഈ 4 ചോദ്യങ്ങളും കൺസൈൻമെന്റ് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ്. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. അതായത് ഒരാളുടെ കയ്യിൽ കുറച്ച് ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുന്നതിന് വേണ്ടി വേറൊരു ഏജന്റ് വേറൊരാളെ ഏൽപ്പിക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. കൺസൈൻമെന്റിൽ 2 വ്യക്തികളാണുള്ളത്, കൺസൈനറും കൺസൈനിയും. ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന പേഴ്സണെ കൺസൈനർ എന്നും ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അയാളെ കൺസൈനി എന്നും പറയുന്നു. ഈ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഏജന്റ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പാണ്. കൺസൈനി ഏജന്റാണ്, കൺസൈനർ പ്രിൻസിപ്പാളാണ്. അപ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ത് തരം അക്കൗണ്ട് ആണ്? അത് നോമിനൽ അക്കൗണ്ട് ആണ്. 2 വ്യക്തികളാണ് ഈ ഒരു പ്രോസസ്സിലുള്ളത്, കൺസൈനറും കൺസൈനിയും. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ്. പിന്നെ ഈ കൺസൈൻമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് 2 തരം കമ്മീഷനാണ്, ഡെൽക്രഡയർ കമ്മീഷനും ഓവർ റൈഡിംഗ് കമ്മീഷനും. ഡെൽക്രഡയർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനാണ്. ക്രെഡിറ്റ് സെയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനാണ് ഡെൽക്രഡയർ കമ്മീഷൻ. അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഡെൽക്രഡയർ കമ്മീഷന്റെ കേസിൽ ലയബിലിറ്റി ആർക്കാണ്, എന്തിൻ്റെ ലയബിലിറ്റിയാണ് കൺസൈനിക്ക് ഉള്ളത് എന്നാണ് ചോദ്യം. അത് ബാഡ് ഡെറ്റ്സിൻ്റെ. അങ്ങനെ വരുമ്പം ക്രെഡിറ്റ് സെയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ വരുന്ന ബാഡ് ഡെറ്റ്സിൻ്റെ ഉത്തരവാദിത്തം കൺസൈനിക്കാണ്, ഏജന്റിന് തന്നെയാണ്. ഈ ക്രെഡിറ്റ് സെയിൽ കൊടുക്കുന്നത് വഴി ലാഭം ഇൻക്രീസ് ചെയ്താൽ കൺസൈനർ കൺസൈനിക്ക് ഒരു കമ്മീഷൻ കൊടുക്കുന്നു. അതിനെയാണ് ഡെൽക്രഡയർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് പ്രൈസിനേക്കാൾ കൂടുതൽ പ്രൈസിന് ഈ ഗുഡ്സ് സെയിൽ ചെയ്ത് ലാഭം വർദ്ധിപ്പിക്കുന്നതിന് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന എക്സ്ട്രാ കമ്മീഷനാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ. ഓവർ റൈഡിംഗ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്നൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ടോട്ടൽ സെയിൽസിൻ്റെ പുറത്താണ്. ഓവർ റൈഡിംഗ് കമ്മീഷനും ഡെൽക്രഡയർ കമ്മീഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ സെയിൽസിൻ്റെ ബേസിസിലാണ്. അടുത്തത് കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ടേമുകളാണ് പ്രൊഫോമ ഇൻവോയ്സും അക്കൗണ്ട് സെയിൽസും. ഇത് രണ്ടും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആർക്ക് അയക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ കൺസൈനർ ആൻഡ് സെൻഡ് ടു ദ കൺസൈനി ഗിവിംഗ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് കൺസൈൻഡ്. ഈ കൺസൈൻമെന്റ് നടത്തിയ ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് അറിയിച്ചുകൊണ്ട് കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൊഫോമ ഇൻവോയ്സ്. അക്കൗണ്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റഡ് ബൈ കൺസൈനി പീരിയോഡിക്കലി ടു ദ കൺസൈനർ ഷോവിംഗ് വേരിയസ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് കൺസ്യൂമഡ്. അതായത് ഈ സെയിൽസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു പീരിയോഡിക്കലി സ്റ്റേറ്റ്മെന്റ് കൺസൈനർക്ക് കൊടുക്കുന്നു, ഈ ഏജന്റ് പ്രിൻസിപ്പാലിന് കൊടുക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റിനെയാണ് അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ട് സെയിൽസും പ്രൊഫോമ ഇൻവോയ്സും എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം.
ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ് എക്സ്പെൻസസ് എക്സെട്ര പ്രിപ്പയർഡ് ബൈ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ പീരിയോഡിക്കലി ഈസ് നോൺ ആസ്. എന്താണ്? അക്കൗണ്ട് സെയിൽസ് ആണ് ഉത്തരം. കൺസൈനർക്ക് കൊടുക്കുന്നത് അക്കൗണ്ട് സെയിൽസ്, കൺസൈനിക്ക് കൊടുക്കുന്നത് പ്രൊഫോമ ഇൻവോയ്സ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും കൺസൈൻമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാറുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. ഓപ്ഷൻ റെക്കോർഡഡ് ഇൻ ജേണൽ, റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ഒള്ളി, റെക്കോർഡഡ് ഇൻ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട്, നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്ക്. ഏതാണ് ഉത്തരം? ട്രേഡ് ഡിസ്കൗണ്ട് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബുക്ക്. ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യാറില്ല, ഇതെവിടെയും കാണിക്കാറില്ല. ഇത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിനെ ബാധിക്കുന്നേയില്ല. അതുകൊണ്ടാണ് അക്കൗണ്ട് റെക്കോർഡിൽ ഇത് അക്കൗണ്ട്സ് ബുക്കിൽ ഇത് റെക്കോർഡ് ചെയ്യാത്തത്. ട്രേഡ് ഡിസ്കൗണ്ട് ആർക്ക് കൊടുക്കുന്നതാണെന്ന് ചോദിക്കാറുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബൾക്ക് പർച്ചേസ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെല്ലർ ബയർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റ് അൻ ഓർഗനൈസേഷൻസ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ട്സ് ബുക്ക്. ഇത് അക്കൗണ്ട്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാറില്ല. ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് സെല്ലറാണ് ബയർക്ക്. എന്തിനു വേണ്ടിയാണ്? ടു എൻകറേജ് ബൾക്ക് പർച്ചേസസ്, കൂടുതൽ പർച്ചേസ് നടത്തുന്നതിന് വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ഓപ്ഷൻ സെല്ലർ, ഹോൾസെയിലർ, ഡെറ്റർ, ക്രെഡിറ്റർ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ക്രെഡിറ്റർ. നേരത്തെ നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഇത് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പം ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും പഠിച്ചിരിക്കണം. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, കൃത്യസമയത്ത് കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്നതിന് വേണ്ടി. ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്ന ആരാണ്? ക്രെഡിറ്ററാണ്. ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇത് റെക്കോർഡ് ചെയ്യും. ട്രേഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യാറില്ല. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് ക്യാഷ് ബുക്കിൽ ഡിസ്കൗണ്ട് അലൗഡ് കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് സെല്ലറാണ് ബയർക്ക് ബൾക്ക് പർച്ചേസ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി. ഇത് അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യാറില്ല. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ക്രെഡിറ്ററാണ്, ഡെറ്റർക്ക് കൊടുക്കുന്നു. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് അക്കൗണ്ട് ബുക്കിൽ ക്യാഷ് ബുക്കിൽ ഡിസ്കൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. അടുത്ത ചോദ്യം, വെൻ ഗുഡ്സ് റിട്ടേൺസ് ആർ അക്സെപ്റ്റഡ് ദ റിസീവർ ഓഫ് ദ ഗുഡ്സ് യൂഷ്വലി സെൻഡ്സ് എ. When goods returns are accepted, the receiver of the goods usually sends a options acceptance letter, credit note, invoice, accommodation bills. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, ക്രെഡിറ്റ് നോട്ട്. അതായത് ഗുഡ്സ് റിട്ടേൺ ചെയ്യുമ്പോൾ സെയിൽ നടത്തിയിട്ടാണ് ഗുഡ്സ് റിട്ടേൺ വരുന്നത്. അപ്പം സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേണിൻ്റെ കേസിൽ സെല്ലർ പ്രിപ്പയർ ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് ഏതാണ്? ക്രെഡിറ്റ് നോട്ടാണ്. ഇനി പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. അത് ഓർത്ത് വെക്കണം. സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ് ക്രെഡിറ്റ് നോട്ട്. പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ് ഡെബിറ്റ് നോട്ട്. ഇവിടെ ഉത്തരം വെൻ ഗുഡ്സ് റിട്ടേൺസ് ആർ അക്സെപ്റ്റഡ് ദ റിസീവർ ഓഫ് ദ ഗുഡ്സ് യൂഷ്വലി സെൻഡ്സ് എ ക്രെഡിറ്റ് നോട്ട്. അടുത്ത ചോദ്യം, എ ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ഓപ്ഷൻസ് സെല്ലർ, ബയർ, ഡെറ്റർ, കൺസൈനർ. ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സെല്ലർ. അതായത് സെയിൽസ് റിട്ടേണിൻ്റെ ഡോക്യുമെൻ്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. അപ്പം സെയിൽസ് റിട്ടേണിൻ്റെ സമയത്ത് സെല്ലറാണ് ഈ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. എ ക്രെഡിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ സെല്ലർ. ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സെയിൽസ് റിട്ടേൺ ആൻഡ് പർച്ചേസ് റിട്ടേൺ മീൻസ് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്, ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, പിന്നെ പലതരം അക്കൗണ്ടുകളുടെ അക്കൗണ്ടിങ് റൂൾസ്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
CSEB എക്സാമുകൾക്ക് അക്കൗണ്ടൻസിയുടെ ഭാഗത്തു നിന്നും സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഏരിയാസാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കി പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം.